ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി നോർത്ത് ഇന്ത്യൻ ഡിഷായിട്ടുള്ള ഖടിയുമായിട്ടാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇതിനായി നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കോട റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. പക്കോട ഉണ്ടാക്കാനായിട്ട് ഞാൻ കടലമാവാണ് യൂസ് ചെയ്തേക്കുന്നത്. 2 കപ്പ് അളവിൽ കടലമാവ് എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര വേണോ അത്രയും കടലമാവ് എടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളക്, മുളക് പൊടി, ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് തൈരും ചേർത്തിട്ട് ഇളക്കി, കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇളക്കി നല്ലപോലെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. തൈരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് വെള്ളം മാത്രം ഒഴിച്ചുകൊണ്ടും പക്കോട ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ തൈര് ഒഴിക്കുമ്പോൾ ഇച്ചിരിയും കൂടെ സോഫ്റ്റ് ആകും, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്കോട. വൈകുന്നേരം സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് 5 മിനിറ്റത്തെ കാര്യമുള്ളൂ, നമുക്ക് പെട്ടെന്നൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഐറ്റം ആയതുകൊണ്ട് സൺഫ്ലവർ മസ്റ്റാണ്, അല്ലെങ്കിൽ ആ ടേസ്റ്റ് കിട്ടും. ഞാൻ എന്താണ്ട് ഒഴിക്കുമ്പോഴത്തേക്കും നല്ല കട്ടിയാകുന്നുണ്ട്, ഇളകി വരുന്ന നല്ല പ്രയാസമുണ്ട്. നിങ്ങൾ തയ്യാറാക്കി എടുക്കുമ്പം ഒരു പാത്രത്തിൽ വെള്ളത്തിൽ സ്പൂണ് മുക്കിയിട്ട് അതിലോട്ടിട്ട് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വരുന്നു. ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. ഇനിയിപ്പോൾ നമുക്ക് കടി ഉണ്ടാക്കാനായിട്ടുള്ള മിക്സ് റെഡിയാക്കി എടുക്കുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ കടലമാവ് ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തൈരുണ്ടല്ലോ, അത് നന്നായിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായിട്ട് ലൂസാക്കി എടുത്ത് എന്നിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ മിക്സ് ചെയ്യാണ്. ജസ്റ്റ് നമ്മൾ ആ മാവും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നല്ല തൈര് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കാം. പക്ഷെ നല്ല ലൂസാക്കണം. അതായത് കടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിത്തന പത്തലായത്തോ ഉത്തന അച്ചാഹ എന്ന് പറയുന്നത്. എത്ര നേരത്താണ് അത്രയും ടേസ്റ്റ് കൂടും. നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ തൈര് ആഡ് ചെയ്യാനുണ്ട്. ഇനിയിപ്പം ഒരു പാനിലോട്ട് ജീരകം പൊട്ടിച്ചിട്ട് അതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിക്കാം. എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമായിട്ടോ കറി ഉണ്ടാക്കാൻ. ഇതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് നിന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്ന കുറച്ച് തൈരും കൂടാണ്. തൈരും ഒഴിച്ചു കൊടുക്കുക.
ഇനിയിപ്പോൾ മിക്സ് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പക്കോട ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പ് വേണം, ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തോട്ട് പക്കോട ഇടും. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ നല്ലൊരു ഡിഷാണ്. ചപ്പാത്തി ഇങ്ങനെ കുമ്പിളൊക്കെ കുത്തിയിട്ട് ഇങ്ങനെ കോരി കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റ്. നമുക്കിതിൻ്റെ മണ്ടക്കോട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ഫൈനലായിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് കുറച്ച് ജീരകം ഇട്ട് കൊടുത്ത് നമ്മൾ പൊട്ടി വരുമ്പം 2 വറ്റൽമുളകും കൂടെ അതിനകത്തോട്ട് പൊട്ടിച്ചിട്ട് ഈ കടിയുടെ മണ്ടക്കോട്ട് അങ്ങ് താഴ്ത്തി കൊടുക്കും. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കറി റെഡിയാകും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്.